ഇനി നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ വരാൻ പോകുന്ന ഫാമിലി മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് അറിയാനുള്ള സമയമാണ്. ഇന്നും 2 ടീമാണുള്ളത്. 2 പേരും നല്ല ഉഗ്രനായിട്ട് പാട്ടൊക്കെ പാടുന്ന അങ്ങനെ നല്ല ടീം മെമ്പേഴ്സിനെയാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഇന്ന് ഈ വേദിയിൽ വരുന്നത് നമ്മൾ ഓൾറെഡി അമൃത TV പ്രേക്ഷകർക്ക് പരിചയം കാണും. എനിക്ക് എന്തായാലും നല്ല പരിചയമുണ്ട്. റെഡ് കാർപ്പറ്റിലും എല്ലാം അവർ സ്പെഷ്യൽ പെർഫോമൻസ് ആയിട്ട് എത്തിയിട്ടുണ്ട്. എന്തായാലും സോഷ്യൽ മീഡിയയിലെ വൈറലായിട്ടുള്ള ഒരു ഫാമിലിയാണ് നമ്മൾ ഇന്ന് ഇൻവൈറ്റ് ചെയ്യുന്നത്. ലെറ്റ്സ് വെൽക്കം പാട്ട് വീട്. ഓക്കെ, നമസ്കാരം. അപ്പോൾ സൂപ്പർ ഫാമിലിയിലേക്ക് സ്വാഗതം. ഇതിനു മുൻപ് ഇവർ നമ്മുടെ റെഡ് കാർപ്പറ്റിൽ വന്നിട്ടുണ്ട്. അങ്ങനെ അമൃത TV അല്ലെങ്കിൽ നമ്മളുടെ ഈ ഷോവിന്റെ ഭാഗമായിട്ട് പല പ്രാവശ്യം ഇവർ വന്നു. ഇവരുടെ പാട്ടുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ പിന്നെ പ്രേക്ഷകർ എന്തായാലും കുറച്ച് പേര് കേട്ടിട്ടുണ്ടാവും. ഇനി മിയയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ കാഴ്ചവെക്കണം. അതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. അപ്പൊ എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താം. ആദ്യം ചേട്ടൻ. എൻ്റെ പേര് രവീന്ദ്രൻ, ചെറുവത്തൂരാണ്, കാസർഗോഡ് ജില്ല. ഞാൻ സീന, അധ്യാപികയാണ്, പ്രഥമാധ്യാപികയാണ്. നാട്ടിൽ തന്നെ ഒരു ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലെ. യെസ്. ഇനി 2 മക്കള്. ഞാൻ വൈക 8th ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ അനാമിക, ട്രിവാൻഡ്രത്ത് DLED പഠിക്കുന്നു. ഈ ഒരു പാട്ട് വീട്, എങ്ങനെയാണ് ഈ ഒരു പാട്ട് വീട് എന്ന് പറയുന്ന ഈ ഒരു പേരിലേക്ക് വരുന്നത്? വീട്ടില് എല്ലാവരും പാടാൻ തുടങ്ങിയപ്പോൾ അതിനൊരു പേരിട്ടു, പാട്ട് വീട്. സിമ്പിൾ. കൊറോണ എന്ന മഹാമാരിക്ക് ഇടയിലാണ് ഞങ്ങളുടെ പാട്ട് ആരംഭിച്ചത്. ഫാമിലി ആയിട്ട് ആദ്യം ഞാൻ പാടുകയായിരുന്നു, പിന്നീട് മക്കളും എൻ്റെ കൂടെ പാടുകയായിരുന്നു. അവരും കർണാട്ടിക് മ്യൂസിക് പഠിക്കുന്നുണ്ട്. അതുപോലെ പാട്ട് കേട്ടിട്ട് വൈഫും ഒരു പാട്ടുകാരിയായി. അപ്പൊ എന്താണ് കൊറോണ സമയത്ത്, ആ സമയത്ത് നിങ്ങൾ പാട്ടുകളൊക്കെ പാടി വീഡിയോ പോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തോ? അതെ, സോഷ്യൽ മീഡിയയിൽ ആ സമയത്ത് ആണ് ഞങ്ങൾ സജീവമായത്. അങ്ങനെ ഒരു പാട്ട് പോസ്റ്റ് ചെയ്തു, രണ്ടാമതൊരു പാട്ട് പാടി, തുളസിക്കതിര്. ആ പാട്ട് പെട്ടെന്ന് വൈറലായി. പിന്നീട് അതൊരു ഹിറ്റായി മാറി എല്ലാ പാട്ടുകളും. ആ തുളസിക്കതിരൊന്ന് പാടാമോ? കണ്ണാ 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 കണ്ണ തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണാ 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 കണ്ണാ. ഈ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ 4 പേര് നിന്ന് ഇത് പാടുന്ന കേട്ടപ്പോ നല്ല നല്ല രസമുണ്ട്. ശരിക്കും കണ്ണനും അവിടെ ഇരുന്ന് കേട്ടിട്ടുണ്ട്. ഈ ഒരു പാട്ടിലാണ് ഇവര് ഈ ഒരു പാട്ട് വീടായിട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലാവാൻ തുടങ്ങിയത്. എന്തായാലും നമ്മുടെ സൂപ്പർ ഫാമിലിയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പൊ ഓൾ ദി ബെസ്റ്റ്. നിങ്ങളുടെ സീറ്റിലേക്ക് പോയിരിക്കാം. താങ്ക് യു സോ മച്ച്. ഇനി വരാൻ പോകുന്ന ആളും പാട്ട് തന്നെ വേണോ ഡാൻസ് തന്നെ വേണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാൻ. പക്ഷെ ഇവിടെ വന്നിരിക്കുന്നത് ഏതായിരിക്കും? പാട്ടാണോ ഡാൻസ് ആണോ? മിക്കവാറും പാട്ടായിരിക്കും. മിക്കവാറും പാട്ടായിരിക്കുന്നല്ല, പാട്ടാണ്. പാട്ട് കൊണ്ട് മത്സരിക്കാനാണ് ഇന്നത്തെ എപ്പിസോഡ്. ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഫുൾ പാട്ട് മയമായിരിക്കും. കാരണം അച്ഛനും അമ്മയും പിള്ളേരും എല്ലാവരും പാട്ടുകാരാണ് അടുത്ത് വരുന്ന ഫാമിലിയുടെ. അപ്പൊ അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു പാട്ട്, കംപ്ലീറ്റ് ഒരു മ്യൂസിക് ലവേഴ്സിനെ ഞാൻ സ്വാഗതം ചെയ്യാണ്. ലെറ്റ്സ് വെൽക്കം ഫാമിലി വോക്സ്. സൂപ്പർ ഫാമിലിയിലേക്ക് സ്വാഗതം. താങ്ക് യു. അപ്പൊ ഒരു മ്യൂസിക്കൽ ഫാമിലി ആണെന്നൊക്കെ ഞാൻ എന്റെ ഇൻട്രോയിൽ പറഞ്ഞു.
ആരൊക്കെയാണ് ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. എൻ്റെ പേര് ആന്റണി. ആ. ഇത് സിമി വൈഫാണ്. ആ. ഇത് ആന്റണി ചേട്ടനെ കുറിച്ച് പറയൂ. ഞങ്ങള് എന്ത് ചെയ്യുന്നു? ഞങ്ങള് പ്രൊഫഷണലായിട്ട് സിംഗേഴ്സ് ആണ്. എസ്പെഷ്യലി ഗാനമേള ആർട്ടിസ്റ്റുകളാണ്. ആ, ഡാൻസും ചെയ്യോ? എനിക്ക് പെട്ടെന്ന് ലുക്ക് കണ്ടപ്പോ ഒരു ഡാൻസറിന്റെയും കൂടി ഒരു ഇതുണ്ട്. ചെയ്യുമെന്ന് വെച്ചാൽ പ്രോഗ്രാമിന് നമുക്ക് പാട്ടിന്റെ കൂടെയുള്ള കാര്യങ്ങൾ മാത്രം അങ്ങനെയുള്ള, അല്ലാതെ ഡാൻസ് മാത്രമായിട്ടുള്ളതില്ല. പാട്ടുകാരനാണ്. ഓക്കെ, ഇതിനി ചേച്ചിയുടെ പേര് പറയൂ. എന്റെ പേര് സിമി ആന്റണി എന്നാണ്. സിമി ആന്റണി. പാട്ട് തന്നെ പണ്ട് തുടങ്ങി പ്രൊഫഷണലായിട്ട് ഗാനമേള. കുഞ്ഞിലെ മുതൽ പാട്ട് പഠിച്ചിട്ടുണ്ടോ? പാട്ട് കുറച്ചേ പഠിച്ചിട്ടുള്ളൂ. പിന്നെ ഗാനമേള. കല്യാണത്തിന് ശേഷമാണോ പാട്ടിലേക്ക് കടന്നത്? അത് നിങ്ങൾ ലവ് മാരേജ് ആയിരുന്നു? എന്തായിരുന്നു? ലവ് മാരേജ് ആയിരുന്നു. ലവ് മാരേജ് ആയിരുന്നു. അപ്പൊ ആ കഥ ആദ്യം പറയൂ. എവിടെ വെച്ച് കണ്ടു? ഞങ്ങൾ ഇതുപോലെ സാധാരണ ഗാനമേള രംഗത്ത് സാധാരണ എല്ലാവരും പരിപാടി ചെയ്യണ പോലെ അങ്ങനെ പരിപാടി ചെയ്തു. അവിടെ വെച്ച് കണ്ടു. അപ്പോഴൊന്നും ഇഷ്ടമില്ലെന്നല്ല, നമ്മളങ്ങനെ വിചാരിക്കുന്നില്ലല്ലോ. പാട്ടുകളൊക്കെ പാടി അങ്ങനെ പോയി. അങ്ങനെ എപ്പോഴോ ഒരു ഇഷ്ടം വന്ന് അങ്ങനെ ഇവരിപ്പോ ഒരുമിച്ചാണ് ഇവരുടെ ജീവിതവും പാട്ടും എല്ലാമായിട്ട് പോകുന്നത് അല്ലേ? അങ്ങനെ ഒരു സ്റ്റൈൽ ബോയ് കൂടെ ഇവർക്ക് ഉണ്ടായിരിക്കാണ്. പേര് പറയൂ. ഇമ്മാനുവൽ ആന്റണി. ഓക്കെ, അപ്പൊ അങ്ങനെ ഇനി നമുക്ക് ഈ ഭാഗത്തേക്ക് പരിചയപ്പെടുകയാണെങ്കിൽ പേര് പറയൂ. എന്റെ പേര് റിതിൻ സൈമൺ. ഓക്കെ, റിതിൻ എന്ത് ചെയ്യുന്നു? ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ ചെറുതായിട്ട് വീഡിയോസ് ചെയ്യണം. അതെ, സോഷ്യൽ മീഡിയയിൽ ഒരു താരം തന്നെ, ഒരു കുട്ടി താരമാണ്. അപ്പൊ അല്ലാതെ വേറെ പഠിക്കുകയാണോ, ജോലി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞു. യെസ്. ഇനി ഈ വാവക്കുട്ടിയുടെ പേരെന്താ? ആൻഡ്രിയ ബിനോയ്. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? ഞാൻ ഇനി 7th. അപ്പോ നമ്മുടെ സൂപ്പർ ഫാമിലിയുടെ മത്സരത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ഒരു ഹൈലൈറ്റ് എന്ന പോലെ എന്താണ് ഒരു കാര്യം ചെയ്യാനുള്ളത് പെട്ടെന്ന്? ഏതായാലും ഞങ്ങള് ഫാമിലി പാട്ടുകാരാണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി പാടാന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്കൊരു ഈശ്വര പ്രാർത്ഥന പാടിയിട്ട് തുടങ്ങാം. അയ്യോ, മോന് പിന്നെ പാടാം. വേണം പിന്നെ പാടാ കൂട്ടാ. അല്ല, പാടിക്കോട്ടെ. കുഴപ്പമില്ല, അവൻ പാടിക്കോട്ടെ. നമ്മള് ഫാമിലി ആയിട്ട് പാടും. പാടിക്കോട്ടെ. ഓക്കെ അല്ലേ? വെരി ഗുഡ്. സാറിന്റെ വീട്ടിൽ കല്യാണം. കൊച്ചിന്റെ ഈശ്വര പ്രാർത്ഥന നന്നായി പോയി. കുറുമ്പനാണ്. അതെ, കുറുമ്പനാണ്. കുറച്ചൊന്നുമല്ല. ഓക്കെ, അപ്പൊ ഈശ്വര പ്രാർത്ഥനയ്ക്ക് ഒരു തീരുമാനമായല്ലോ. അപ്പൊ ഇനി നമുക്ക് ഐശ്വര്യമായിട്ട് തന്നെ മുന്നോട്ട് പോവാം. എല്ലാരും റെഡി അല്ലേ മത്സരിക്കാൻ? റെഡി? യെസ്. അപ്പൊ സൂപ്പർ ഫാമിലിയിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സീറ്റിൽ പോവാം.